ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടിയിരിക്കുന്ന തേനീച്ച കോളനിയെ നമുക്കൊരു ട്രാപ്പ് ഹൈവ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരു സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു തേനീച്ച കോളനി ഉണ്ട്. ഇതിനെ നമുക്ക് ഒരു ട്രാപ്പ് ഹൈവ് ഉപയോഗിച്ച് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ളതൊരു പൈപ്പ് കണക്ടറാണ്. ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് കണക്ടറാണ്. ഇത് നമുക്ക് ഈ സ്ക്വയർ പൈപ്പിൻ്റെ എൻട്രൻസ് ഭാഗത്ത്, അതായത് തേനീച്ചക്കൂടിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഒട്ടിച്ച് വയ്ക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. അതിന് വേണ്ടി നമ്മൾ ശക്തമായിട്ടുള്ള ഒരു പശയാണ് ഉപയോഗിക്കുന്നത്. ഇത് MCയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 2 ട്യൂബുണ്ട്. ഇത് നമ്മൾ ആവശ്യത്തിന് എടുത്ത് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള 2 ട്യൂബാണിത്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രേ കളർ വരും. ഈ ഗ്രേ കളർ വരുന്ന ഇതാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള പാകം. നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്രേ കളർ വരും. ഈ ഗ്രേ കളർ വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പൈപ്പ് കണക്ടർ അവിടെ ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ കൂടിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ള ഈ അറ്റാച്ച്മെൻ്റ് എടുത്ത് മാറ്റുകയാണ്. നമുക്ക് പിന്നീട് ഇത് ആവശ്യമുണ്ട്. നമുക്ക് ഇത് ട്രാപ്പ് ഹൈവ് കണക്ട് ചെയ്യാൻ നേരത്തെ ഈ അറ്റാച്ച്മെൻറ്റ് ആവശ്യമുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ പൈപ്പ് കണക്ടർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബിലേക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പൈപ്പ് കണക്ടർ ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഹോള് അടഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ പശ വെച്ച് ഒട്ടിക്കുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പ് കണക്ടർ അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ എൻട്രൻസ് ഭാഗം പൈപ്പ് കണക്ടർ കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് പശയൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ട്രാപ്പ് ഹൈവിൻ്റെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ട്യൂബിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തേനീച്ചകൾ ഇവരുടെ കൂട് അന്വേഷിക്കുകയാണ്. നമ്മൾ ആദ്യം എടുത്തു മാറ്റിയ എൻട്രൻസ് ഭാഗത്തിരിക്കുന്ന ഈ ഭാഗം നമുക്കിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേനീച്ചകൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് ആകർഷിച്ച് വന്നോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, തേനീച്ചകൾ പെട്ടെന്ന് കൂട്ടിലേക്ക് കയറുന്നത്. തേനീച്ചകൾ പെട്ടെന്ന് കൂട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ഉള്ള വ്യൂ ആണ്. നമുക്കിനി ട്രാപ്പ് ഹൈവ് ഫിറ്റ് ചെയ്യാം. തേനീച്ചക്കൂട് ഞാനിപ്പോൾ ഇവിടെ കണക്റ്റ് ചെയ്തിട്ടില്ല. അത് രാത്രിയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് രാത്രി ഇതിനകത്ത് കണക്ട് ചെയ്യാം. എൻട്രൻസ് ഭാഗത്തെ ഈ അറ്റാച്ച്മെൻറ്റ് എടുത്ത് മാറ്റുന്നു. അതിനുശേഷം ഫ്ലെക്സിബിൾ ട്യൂബ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് എടുത്ത് മാറ്റിയിട്ട് ട്രാപ്പ് ഹൈവിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് ഇത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാപ്പ് ഹൈവിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഇത് വെച്ച് കൊടുക്കുന്നു. അതായത് നെക്സ്റ്റ് ഡേ, അതായത് പിറ്റേ ദിവസം പുറത്ത് പോയിട്ട് വരുന്ന തേനീച്ചകൾക്ക് ഈ കൂട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ഫ്ലെക്സിബിൾ ട്യൂബ് സ്ക്വയർ പൈപ്പിൻ്റെ എൻട്രൻസ് ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ സ്ക്വയർ പൈപ്പ് ഒരു തുണിയൊക്കെ വെച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് അടുത്ത ദിവസത്തെ വ്യൂ ആണ്. തേനീച്ചകൾ പുറത്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആ ഫ്ലെക്സിബിൾ ട്യൂബിലൂടെ തേനീച്ചകൾ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങേ അറ്റത്ത് തേനീച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നമ്മൾ വച്ചിരിക്കുന്ന കെണിക്കൂട് വിജയിക്കുകയാണെങ്കിൽ ഈ സ്ക്വയർ പൈപ്പിനുള്ളിലെ തേനീച്ചകൾ മുഴുവനും ഈ കെണിക്കൂടിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കെണിക്കൂട് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാം. ഇപ്പോൾ ഏകദേശം 6 മാസത്തിന് ശേഷം ഞാൻ ഈ കെണിക്കൂട് മാറ്റി സ്ഥാപിച്ചു. ഇത് 6 മാസം എടുത്ത ഒരു പ്രോസസ്സാണ്. തേനീച്ചകൾ പുതിയ ട്രാപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 6 മാസം എടുത്തു. ചിലപ്പോഴാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് വിജയിക്കുകയുള്ളൂ. സക്സസ് റേറ്റ് കുറവാണ്, എന്നാലും സക്സസ് ആയിട്ടുണ്ട്. താങ്ക് യു.